നമ്മൾ പാർട്ടിക്കൽ ഡൈനാമിക്സ് എന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത്. നമുക്ക് ഇന്ന് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ ഫിസിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല ടൈപ്പ് മോഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂട്ടൺസ് ലോയിൽ മോഷൻ പഠിക്കുന്നുണ്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ടേംസിൽ മോഷൻ പഠിക്കുന്നുണ്ട്, മറ്റൊന്ന് അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുക. അപ്പോൾ ഒരുപാടുണ്ട് അതിനകത്ത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ എക്സാമിനേഷൻ ഏത് ചോദിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സിലബസിനകത്തും ഇക്വേഷൻസ് ഓഫ് മോഷൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻസ്, ഒരുപാട് ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട്. ഇപ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഫോഴ്സ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മോഷൻ, ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മോഷൻ, ഇങ്ങനെ പല പല ടൈപ്പ് മോഷൻ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് തന്നെ ഉണ്ട്. ഈ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് ഉള്ളതിന് പുറമെയാണ് പിന്നെ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വരുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എസ്5 പഠിക്കും, ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, അടുത്ത ഇതിൽ പഠിച്ചോളൂ എസ്5 ക്വാണ്ടം മെക്കാനിക്സിനകത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും ഇപ്പൊ നോക്കേണ്ടത് പരാബോള, ഒരു പ്രൊജക്ടൈൽ മോഷന്റെ മോഷൻ എന്ന് പറഞ്ഞ ഒരു പരാബോളിക് പാത്താണ് ഫോളോ ചെയ്യുന്നതും, അതുപോലെ തന്നെ മോഷൻ അണ്ടർ റെസിസ്റ്റീവ് ഫോഴ്സിന്റെ കേസിൽ വരുന്ന ഒരു മോഷൻ, അതുപോലെ തന്നെ പാർട്ടിക്കിൾ വിച്ച് ഡിപ്പെൻഡ് ഓൺ ടൈം ഉള്ളി, മോഷൻ ഓഫ് പാർട്ടിക്കിൾ വിച്ച് ഡിപ്പെൻഡ് ഓൺ ടൈം ഉള്ളി, ഇങ്ങനെ കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്കൊരു പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് നോക്കാം. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്ടൈൽ മോഷന്റെ പാത്ത് ഒരു പരാബോളയാണ്, നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൊജക്ടൈൽ മോഷന്റെ പാത്ത് പരാബോളയാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ അറിയാലോ, നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ 12th പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുവാണ്. ഇത് y ആക്സിസും ഇത് x ആക്സിസും ആണ്. ഓക്കെ, x ആക്സിസ്. അപ്പൊ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊജക്ടൈൽ മോഷൻ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കാണും, നമ്മൾ അതിനെ എന്ത് ചെയ്തു, ആൽഫ എന്ന് മെൻഷൻ ചെയ്തു. ഓക്കെ, ആൽഫ എന്നോ തീറ്റ എന്നോ എടുക്കാം. അപ്പൊ ഇതെന്താണ്, ഇത് ഇവിടുത്തെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. ഇപ്പൊ പ്രൊജക്ഷൻ വെച്ചാൽ നമ്മൾ താഴെ ഒരു ബോൾ എറിയണം, ഇപ്പൊ ഒരു അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമ്മൾ താഴെ നിന്ന് ഒരു കല്ലെടുത്ത് എറിയുവാണ്, അതൊക്കെ എന്താണ്, പ്രൊജക്ടൈൽ മോഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു പ്രൊജക്ടൈൽ മോഷനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഫ്ലൈറ്റ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽ എന്ത് ചെയ്യണം, 45 ഡിഗ്രിയിലാണ് നമ്മളത് പ്രൊജക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ 12th പഠിച്ചിട്ടുണ്ട്, 12th അല്ല 11th പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഫോം ചെയ്താൽ മതി. ഒരു പരാബോള ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റും വേറെ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല, ഇക്വേഷൻ മാത്രം ഫോം ചെയ്യാം. അപ്പൊ ഇതില് നമ്മൾ സാധാരണ ഒരു പാരാബോളിക് കർവിന്റെ ഒക്കെ മോഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കിതിൽ ഓരോ വെലോസിറ്റി ആണ്. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു വെലോസിറ്റി, ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഓരോ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ ഓരോ ടൈമിനനുസരിച്ച് എന്താണ് ഒരു വെലോസിറ്റി ഇത് എന്ത് ചെയ്തു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ശരിക്കും ഇവിടുത്തെ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു ടാൻജന്റ് വരയ്ക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ്. ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ഒരു ടാൻജന്റ് മാർക്ക് ചെയ്യുക. ഈ ടാൻജന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ ഈ ടാൻജന്റിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റ്, മറ്റൊന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണന്റും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ ഇതില് വെലോസിറ്റി ഞാൻ ഇവിടുത്തെ ഇതില് പിന്നെ v0 സൈൻ ആൽഫ എന്നും, ഇതാണ് ആംഗിൾ കേട്ടോ, ഈ ആൽഫ ആംഗിൾ ഇവിടെയും വരും, ആംഗിൾ ആൽഫ തന്നെയാണ്. v0 സൈൻ ആൽഫ എന്നും മറ്റൊന്ന് എന്തായിരിക്കും, v കോസ് ആൽഫ എന്നാണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഒന്ന് v സൈൻ ആൽഫ, മറ്റൊന്ന് v0 v കോസ് ആൽഫ. എങ്ങനെ വന്നത്, നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഈ സ്പ്ലിറ്റിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ഇതൊരു പരാബോളിക് പാത്ത് ആണ്, ഇതാണ് ഒരു പരാബോളിക് ഷേപ്പ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറയാൻ പറ്റില്ല, നമുക്ക് ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രൂവ് അവിടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിവിടെ ന്യൂട്ടൺസ് ലോസ് അനുസരിച്ചിട്ട് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് മൂന്നെണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് u is equal to v is equal to u plus at. Okay, then s is equal to ut plus half at square. മറ്റെന്താണ്, v square is equal to u square plus 2as. ഇതാണ് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇവിടെ ഈ ഒരു u എന്ന് പറയുന്നത് എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി, v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, a എന്ന് പറയുന്നത് എന്താണ്, ആക്സലറേഷൻ ആണ്, t എന്ന് വെച്ചാൽ ടൈം ടേക്കൺ ആണ്. ഓക്കെ, ഇവിടെ s എന്താണ്, s ഡിസ്പ്ലേസ്മെന്റ്, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ ടേംസ് ആണ്, u ഉം v ഒക്കെ നേരത്തെ പറഞ്ഞത്. ഒന്ന് ഇതെന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി, മറ്റൊന്ന് ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ടു ടൈം ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്കവിടെ ഇനിഷ്യൽ വെലോസിറ്റി കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇനി ഇതില് വേറൊരു കാര്യം കൂടി ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ ആക്സലറേഷൻ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, dv by
dt ആണ് ആക്സിലറേഷൻ. ഓക്കെ, വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ചേഞ്ച് എടുക്കുമ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റി ചേഞ്ച് ചെയ്ത് നമുക്ക് ആക്സിലറേഷൻ ടേം കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ഈ ഒരു ആക്സിലറേഷന് d സ്ക്വയർ x ബൈ ഡി ടി സ്ക്വയർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതെന്താണ്? ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ സാധാരണ ഇനി ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് ഇങ്ങനത്തെ ലെഗ്രാഞ്ച്, ഹാമിൽട്ടോണിക് ഇതൊക്കെ പഠിക്കും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഈ ഒരു d സ്ക്വയർ x ബൈ ഡി ടി സ്ക്വയർ ഇത് എഴുതുന്നത് ബുദ്ധിമുട്ടാണ്. ഓരോ ഡെറിവേഷൻ എഴുതുന്ന സമയത്ത് d സ്ക്വയർ x ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ dx ബൈ dt ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്താണ്? അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇതിന്റെ നൊട്ടേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ x ഡബിൾ ഡോട്ട് എന്ന് കൊടുത്തിരിക്കും. ഈ x ഡബിൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? x ഡബിൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ ആക്സിലറേഷൻ ടേം ആണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ചിലർക്ക് അറിയായിരിക്കും, അത് നിങ്ങൾ ഒന്നുകൂടി കേട്ടിരിക്കുക. ഓക്കെ, x ഡബിൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് അവിടുത്തെ ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡബിൾ ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിലറേഷൻ ടേം എന്നല്ല, ഡബിൾ ഡോട്ട് മീൻസ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ x ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? x ഡോട്ട് അതവിടെ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, dx by dt ക്കാണ് തുല്യം. dx by dt എന്ന് പറയുന്നത് എന്താണ്? is equal to x dot it is equal to v എന്ന് കിട്ടും. ഓക്കെ, അല്ലെ v ഡോട്ട് കൊടുത്താൽ എന്തായിരിക്കും? v നമ്മൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സിലറേഷൻ ടേം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡോട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു ഇക്വേഷനിൽ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ഇതിനകത്ത് ഇക്വേഷൻസ് വേറെ നമ്മൾ എടുക്കുമ്പോൾ, അതായത് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഡിപെൻഡ് ഓൺ ടൈം ഓൺലി ഡിപെൻഡൻസ് മാത്രമുള്ളത് കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ നൊട്ടേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി ലഗ്രാഞ്ചിൻ, ഹാമിൽട്ടോണിക് എടുക്കുന്ന സമയത്ത് ഈ ഒരു നൊട്ടേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സിമ്പിൾ പെൻഡുലം എക്സ്പ്രഷൻ നമുക്ക് ലഗ്രാഞ്ചിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേ നൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ഓക്കെ, അവിടെ നമുക്ക് d സ്ക്വയർ x ബൈ dt സ്ക്വയർ എഴുതിയാലും പ്രത്യേകിച്ച് ഒരു മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഇവിടെ നമുക്ക് ഇതിന്റെ x കമ്പോണന്റ് വെലോസിറ്റി എന്താണ്? ഇതാണ് x കമ്പോണന്റ്, ഇതാണ് y കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് x കമ്പോണന്റ് എന്താ കിട്ടുന്നത്? x കമ്പോണന്റ് ഈസ് ഈക്വൽ ടു v0 cos ആൽഫ t ആണ്. ഓക്കെ, cos ആൽഫ t ആണ് അവിടുത്തെ വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറയുന്നത്. x കിട്ടി. ആൻഡ് y എന്തായിരിക്കും? y എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും ഈ y എന്ന് വെച്ച് നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചെയ്താണ് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും? ഓക്കെ, മാക്സിമം ഹൈറ്റ് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും? അതാണ് നോക്കുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യുന്ന കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നത് കണ്ടോ? s equal to ut plus half at square ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ ശരിക്കും ഡൗൺവേർഡ് ആണ്. കാരണം എന്താണ്? ഇപ്പൊ ഈ ഒരു പാർട്ടിക്കിൾ ശരിക്കും ഈ ഒരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഇത് എന്തുണ്ട്? മുകളിലോട്ട് പിന്നീട് പോകാൻ ടെൻഡൻസി ആണ്. കാരണം എന്തായിരിക്കും? ഡൗൺവേർഡിൽ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ സെന്ററിലോട്ട് അതിനെ വലിക്കുന്നുണ്ട്. ഓക്കെ, താഴോട്ട് എന്താണ്? ഗ്രാവിറ്റേഷന്റെ പുൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു നെഗറ്റീവ് ആക്സിലറേഷൻ താഴോട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാണ്? ഇത് ഫ്ലൈറ്റ് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് ഈ ഒരു പാത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ടേം അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇതിന് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ അറിയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അത് ഈ എക്സ് കമ്പോണന്റ് കാണിക്കുന്നത് ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇങ്ങനത്തെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് സ്ട്രേറ്റ് ലൈനിൽ എത്ര ദൂരം പോകും. അപ്പോൾ നമ്മളൊരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബോൾ എറിയുന്നു. നമ്മൾ എന്ത് ചെയ്യും? ബാറ്റ്സ്മാൻ്റെ അടുത്ത് എന്ത് ചെയ്യും? ആ ബോൾ ചെന്ന് വീഴും. അതൊരു ഒരു പ്രൊജക്ടൈൽ മോഷൻ കഴിഞ്ഞാണ് അവിടെ ചെന്ന് വീഴുന്നത്. അപ്പോൾ നമ്മളും ആ ബാറ്റ്സ്മാനും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ എക്സ് എന്ന ഡിസ്റ്റൻസ്. അതാണ് v0 cos alpha t നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഈ y എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ശരിക്കും ഈ y എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും അതിനൊരു ഹോറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതിന് ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും വരുന്നുണ്ട്. ഒരു ഹൈറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ടേം ആണ് is equal to ut plus half at square എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? ഇവിടെ ut ക്ക് വരാം v0 sin alpha ആൻഡ് ഈ ഒരു കമ്പോണന്റ് v0 sin alpha ഇൻറ്റു അവിടുത്തെ ടൈം t മൈനസ് ഹാഫ് ഇൻറ്റു g. എങ്ങനെ ഇവിടെ മൈനസ് വന്നു? ഇവിടെ പ്ലസ് അല്ലേ? ഇതെന്ത് മൈനസ് ആയി പോയി? കാരണം ഇവിടെ ഡൗൺവേർഡിലാണ് എന്ത് ചെയ്യുന്നത്? ആക്സിലറേഷൻ ടേം വരുന്നത്. ഡൗൺവേർഡ് ആക്സിലറേഷൻ ആണ്. കാരണം എന്താണ്? നമ്മൾ ഗ്രാവിറ്റേഷൻ കാരണം വരുന്ന ഡൗൺവേർഡ് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മൈനസ് കൊടുത്തത്. ജിയുടെ മൈനസ് ആണ് വന്നത്. മൈനസ് വന്നു. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? അടുത്ത ടേം എന്തായിരിക്കും? g t സ്ക്വയർ, അവിടുത്തെ ടൈമിന്റെ സ്ക്വയർ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ടൈമിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുവാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഞാൻ ടൈം കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? t is equal to ഇവിടെ എടുത്താൽ മതി. t is equal to x by v0 cos alpha t.
ഓക്കെ, കോസ് ആൽഫ ടി എന്ന് കിട്ടും. അപ്പോൾ ഈ ടേം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഇതെടുക്കുക. ഇക്വേഷൻ നമ്പർ 2 എടുത്തതിന് ശേഷം ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് y is equal to v0 sin alpha. ടിക്ക് പകരം എന്ത് കൊടുക്കണം, ടിക്ക് പകരം x by v0 cos alpha minus half into g into x square by v0 square cos square alpha. ഓക്കെ, ഇതിൽ വരത്തുള്ളൂ ഇതുവരെ. അപ്പൊ ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് v0 ക്യാൻസൽ ചെയ്യാം, അതിൽ നിന്ന് ക്യാൻസൽ ആയി പോകും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താണ്, സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ടാൻ ആൽഫയാണ്. ഓക്കെ, അറിയാലോ, അത് സൈൻ ബൈ കോസ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ അവിടെ വരും. അപ്പോൾ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് പകരം നമുക്ക് അവിടെ ടാൻ ആൽഫ എന്ന് കൊടുക്കാം. തിരിച്ചു എക്സ് അവിടെ ഉണ്ട്, അത് എക്സ് ഇൻറ്റു ടാൻ ആൽഫ എന്ന് കൊടുത്തു. ഓക്കെ, എക്സ് ഇൻറ്റു ടാൻ ആൽഫ മൈനസ് ഇവിടുത്തെ ടേംസ് എന്ത് വരും, ഇവിടെ ടേംസിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. അതായത് ജി ഇവിടെ ഉണ്ട്, ജി ഇൻറ്റു എക്സ് സ്ക്വയർ 2 ഇൻറ്റു v0 സ്ക്വയർ ഇൻറ്റു ഈ 1 ബൈ കോസ് സ്ക്വയർ ആൽഫ. 1 ബൈ കോസ് സ്ക്വയർ കോസ് തീറ്റ എന്താണ്, 1 ബൈ കോസ് തീറ്റ സീക് തീറ്റയാണ്. അറിയാലോ, 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സീക് തീറ്റ ആയിരിക്കും. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ സീക് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ സി സ്ക്വയർ, ഇവിടെ എന്താ ആൽഫ അല്ലേ, ആൽഫ വരും. നമുക്കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ ആൽഫ മൈനസ് ജി ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2v0 സ്ക്വയർ ഇൻറ്റു സീക് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. ഓക്കെ, സീക് സ്ക്വയർ ആൽഫ. അപ്പൊ ഇതില് നമുക്ക് ഇനി ഇതിനെ പരാബോളയുടെ ഇക്വേഷനിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ ഈ ഒരു പാത്ത് പരാബോളിക് പാത്ത് ആണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു പരാബോളിക് ഇക്വേഷനിലോട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പരാബോളിക് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പരാബോളിക് ഇക്വേഷൻ വരുന്നത് ax മൈനസ് ബി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ബി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബി എക്സ് എന്ന് വന്നാലും മതി അവിടെ. ഓക്കെ, ഒരു ടേം അവിടെ വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യാം, ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ. അപ്പോൾ അവിടെ എക്സ് സ്ക്വയറിന്റെ ടേംസ് കോഎഫിഷ്യന്റ് വേറെ വരാം, ബി തന്നെ വരുന്നില്ല, കൂടെ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ടേംസിൽ വരാം. പക്ഷെ അവിടെ എക്സും എക്സ് സ്ക്വയർ ടേമും എന്ത് ചെയ്യണം, അവിടെ ഇൻക്ലൂഡ് ആയിരിക്കണം. എയും ബിയും എന്തെങ്കിലും വരാം. ഓക്കെ, ഏത് വാല്യൂസിനോട് വരാം. അപ്പൊ ആ ഒരു ടേംസിലോട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് ഒന്നുകിൽ ഇങ്ങനെ വെച്ചോണ്ട് നമുക്ക് അവിടെ എഴുതാം. കാരണം എങ്ങനെ, ഇത് വെച്ച് പറഞ്ഞുതരാം. ഇപ്പോ ഇത് എക്ക് പോലെ ടാൻ ആൽഫ അടക്കമുണ്ട്. ഓക്കെ, ടാൻ ആൽഫ ഇൻറ്റു എക്സ്, എക്സ് ഇവിടെ വന്നുണ്ടോ, എക്സ് വന്നു മൈനസ് അടുത്ത ടേംസ് നോക്കാം, ജി ബൈ 2 ഇൻറ്റു v0 സ്ക്വയർ സീക് സ്ക്വയർ ആൽഫ ഇൻറ്റു എക്സ് സ്ക്വയർ ഉണ്ടോ. അതായത് ബിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇത്രയും ടേംസ് വന്നിട്ടുണ്ട്, ബിയുടെ സ്ഥാനത്ത്. അതുപോലെ എയുടെ സ്ഥാനത്ത് ടാൻ ആൽഫ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, ഇതിപ്പോ ഒരു പാരാബോളിക് ഇക്വേഷന്റെ മോഡലാണ് കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ കൂടി ടാൻ ആൽഫയുടെ മോഡലിലോട്ട് മാറ്റാം. ടാൻ ആൽഫയിലോട്ട് മാറ്റാനായിട്ട് ടാൻ ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ഇത്രയും ടേംസ് ഉണ്ടല്ലോ, ഇത്രയും ടേംസ് അതുപോലെ കൊടുക്കുക, ജി ഇൻറ്റു 2v0 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സി സ്ക്വയർ എക്സ് എന്താണ്, സി സ്ക്വയർ തീറ്റ 1 പ്ലസ് ടാൻ തീറ്റ ആണ്. ഓക്കെ, സി സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ തീറ്റ ആണ് സി സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, 1 പ്ലസ് ടാൻ ആൽഫ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, 1 പ്ലസ് ടാൻ ആൽഫ. അപ്പൊ ഇത്രയും ടേംസ് എന്താണ്, ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പരാബോളയുടെ ഇക്വേഷന്റെ മോഡലാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും, this equation is of the form the ax minus bx, therefore the projectile path is a parabola. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷൻ പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് that is the motion under resistive force. ഓക്കെ, ഒരു റെസിസ്റ്റീവ് ഫോഴ്സിലുള്ള മോഷന്റെ ഇക്വേഷൻ. അപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും F is equal to minus kx അല്ലെങ്കിൽ ഒരു F is equal to m, ഒരു റിസ്ട്രിക്ഷൻ വരുന്ന ഫോഴ്സ് ആണ് റെസിസ്റ്റീവ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ്, നമ്മളിപ്പോൾ ഒരു നമ്മൾ നടക്കാൻ ശ്രമിക്കും, അപ്പോൾ ശരിക്കും റോഡിൽ ഫ്രിക്ഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ കാർ ഇപ്പോൾ ഓടുന്ന സമയത്ത് കാറിന്റെ വീൽസും റോഡിനും എന്തുണ്ട്, ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് പറയുന്നത്, റെസിസ്റ്റീവ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ബന്ധപ്പെട്ട് അവിടെ വരുന്ന ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അപ്പൊ ഈ റെസിസ്റ്റീവ് ഫോഴ്സിൽ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to ma. ഓക്കെ, ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത് F is equal to ma
റെസിസ്റ്റീവ് ഫോഴ്സ് ആവുന്ന സമയത്ത് ശരിക്കും ഇത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എം ബി ഇങ്ങനെ വരും. ഓക്കെ, ആ ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ് ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് ഫോഴ്സ് റെസിസ്റ്റിവിറ്റി റെസിസ്റ്റീവ് ആണ് നമുക്ക് കാണിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് ഒപ്പോസിഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഫോം ചെയ്ത്. അപ്പൊ ഈ രണ്ട് ഫോഴ്സും എന്തായിരിക്കും അവിടെ രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ഫോഴ്സ് നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം, ദാറ്റ് ഈസ് ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതിനെ കൂടി ഈ വെലോസിറ്റി ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ടേംസ് എന്തായിരിക്കും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് m into dv by dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഇത് രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് m into dv by dt which is equal to minus k into mv. ഓക്കെ, മൈനസ് k into mv എന്ന് കിട്ടും. ഇനി ഇതിൽ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ടേംസ്, ക്യാൻസൽ ചെയ്യുന്ന ടേംസ് ക്യാൻസൽ ചെയ്യാം. ഈ എമ്മും ഈ എമ്മും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഈ രണ്ട് എം നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് dv by dt which is equal to dv by dt is equal to minus kv എന്ന് കിട്ടും. ഓക്കെ, മൈനസ് കെ വി. ഇതിൽ ശരിക്കും ഈ ഒരു മൈനസ് കെ എം ബി വന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു വെലോസിറ്റി കൊടുത്ത് ഈ ഒരു ബോഡി എന്ത് ചെയ്യണം, മൂവ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി എന്ത് ചെയ്യുന്നു, വെലോസിറ്റിയുടെ എമൗണ്ട് ശരിക്കും റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് കുറയുവാണ്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എം ബി എന്ന ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരു പാർട്ടിക്കിൾ എം മാസ് ഉള്ള ഒരു ബോഡി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യണം, ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വേണം. അപ്പൊ ആ ഒരു മീനിങ് ആണ്. അപ്പൊ നിങ്ങളിവിടെ നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ എഫ് ഈസിക്കൽ ടു എം എ അല്ലെ പിന്നെ എങ്ങനെ ഈ ഒരു ഇക്വേഷൻ വന്നത്, ഈ മാസിന്റെ വെലോസിറ്റി എന്ന ടേംസ് എങ്ങനെ വന്നു. ഓക്കെ, അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ ആണ്. എന്താണ്, അവിടെ നമ്മൾ എടുക്കുന്ന ഫോഴ്സിൽ ശരിക്കും ആ ഫോഴ്സ് എന്ത് ചെയ്യാണ്, ഈ ഒരു വെലോസിറ്റി അവിടെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു മീനിങ്ങിലാണ് നമുക്ക് അവിടെ എഫ് ഈസിക്കൽ ടു മൈനസ് കെ എം ബി എന്ന ഇക്വേഷൻ അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി ഡി വി ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ വി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഇതിന് ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ ഒരു വേരിയബിൾസ് എല്ലാം എന്ത് ചെയ്യണം, ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. അത് ഇവിടെ ഡി വി ഉണ്ട്, ഇവിടെ വി ഉണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാം. ഡി വി ബൈ വി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഓക്കെ, മൈനസ് കെ ഇൻറ്റു ഡി ടി. ഇനി എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഇന്റഗ്രേഷൻ കൊടുത്തു, ഇവിടെയും ഇന്റഗ്രേഷൻ കൊടുത്തു. അപ്പൊ ഇന്റഗ്രേഷൻ ഇത് ഇന്റഗ്രൽ 1/v ആണ്. 1/v എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇന്റഗ്രൽ 1/v എന്ന് വെച്ചാൽ ലോഗ് ബേസ് ഈ v ആണ്. ഓക്കെ, v which is equal to ഇവിടുത്തെ ഇന്റഗ്രേഷനിൽ മൈനസ് കെ, ഈ കെ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതായത് ഇവിടുത്തെ ഇക്വേഷൻ ഇതെന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് വി ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഈ പ്രൊപ്പോർഷൻ എം ബി, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയാണ് എന്ത് ചെയ്യും, കെ എന്ന ടേം കൊടുക്കുന്നത്. അത് ശരിക്കും ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ ഇന്റഗ്രേഷനിൽ കോൺസ്റ്റന്റ് ടേം പുറത്തെടുക്കാം, മൈനസ് കെ ഇന്റഗ്രൽ ഡി ടി എന്ന് വരും. ഇന്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്, ടി തന്നെയാണ്. ഓക്കെ, ഡെറിവേറ്റീവ് ടി ആണ്, ടി പ്ലസ് സി വൺ എന്ന് കിട്ടും. ഓക്കെ, ടി പ്ലസ് സി വൺ. ഇനി ഇവിടെ കണ്ടീഷൻസ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ കൊടുക്കുന്നത് ടൈം 0 വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ സി വണ്ണിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സി വണ്ണിന്റെ വാല്യൂ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ടി is equal to 0, ഫസ്റ്റ് ടൈമിൽ ടി 0 ആയിരുന്നു. ടി 0 ആവുന്ന സമയത്ത് വി എന്തായിരിക്കും, വി is equal to v 0 ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ടൈം ആയിരുന്നു. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം അതാണ് ടി is equal to 0, v is equal to v 0 ഇനിഷ്യൽ വെലോസിറ്റി. അല്ലെങ്കിൽ വി 0 അല്ലെങ്കിൽ യു എന്ന് കൊടുക്കാം, വി 0 എന്ന് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ വി 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇവിടെ മുകളിലോട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ലോഗ് ബേസ് ഇ. ഈ വിക്ക് പകരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വി 0 കൊടുക്കേണ്ടത് കേട്ടോ. വി 0 ലോഗ് ബേസ് ഇ വി 0 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ ടു ടി. ടി എന്തായി പോകും, 0 ആയിട്ട് പോകും. കാരണം ഇവിടെ എന്താണ് 0 ആണ്, അത് 0 ആവും. ബാക്കി അവിടെ C1 മാത്രമേ ഉള്ളൂ. അപ്പൊ C1ന്റെ വാല്യൂ എന്ത് കിട്ടി, C1 ഈസ് ഈക്വൽ ടു ലോഗ് ഇ വി 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ C1ന്റെ വാല്യൂ എന്ത് ചെയ്യാം, ഇനി എടുത്ത് തൊട്ട് മുകളിലത്തെ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ലോഗ് ഇ വി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഇവിടെ എന്താ വരുന്നത്, ലോഗ് ഇ വി 0. ഓക്കെ, ലോഗ് ഇ വി 0 എന്നും. ഇതില് ഇപ്പൊ ഈ ലോഗിന്റെ ഫംഗ്ഷൻ ഇപ്പുറത്താണ് നടക്കുന്നത്, അത് നമുക്ക് ആർ എച്ച് എസിലാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരിക. ഇത് എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ദാറ്റ് ഇസ് ലോഗ് ഇ വി, ഇത് പ്ലസ് അല്ലേ, മൈനസ് ആവും. മൈനസ് ലോഗ് ഇ വി 0
which is equal to minus kt എന്ന് കിട്ടും. ഓക്കെ, മൈനസ് കെ ടി. അപ്പൊ ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ടേം ആണ്. എന്നിട്ട് ദറ്റ് ഈസ് ലോഗ് എ ബൈ ബി. അറിയാലോ, ലോഗ് എ മൈനസ് ലോഗ് ബി ആണെങ്കിൽ ലോഗ് എ ബൈ ബി എന്ന് കിട്ടും. ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെങ്കിൽ ലോഗ് എ ഇൻറ്റു ബി എന്ന് കിട്ടും. അത് ലോഗ് റിലേഷൻ ആണ്. അപ്പൊ അതവിടെ ഓർത്തിരിക്കുക, ആ റിലേഷൻ. ഓക്കെ, ഇനി അതിന് ശേഷം ഇതിൽ എന്ത് ചെയ്യുക, ലോഗ് ബേസ് ഇ വി ബൈ വി സീറോ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി. ഓക്കെ, മൈനസ് കെ ടി. ഇനി ഈ ലോഗ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ലോഗിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോണൻഷ്യൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോഗ് മാറും. അപ്പൊ ഇവിടെ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊടുക്കുക. എക്സ്പോണൻഷ്യൽ ലോഗ് എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ ലോഗിന്റെ ഇൻവേഴ്സ് ആണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഈ 1/log ആണ് ഇത് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പോണൻഷ്യൽ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, അവിടെ എക്സ്പോണൻഷ്യൽ ലോഗ് നമ്മൾ ക്യാൻസൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ വരത്തുള്ളൂ, ദറ്റ് ഇസ് വി ബൈ വി സീറോ എന്ന് വരും. അപ്പൊ പക്ഷേ ആർ എച്ച് എസിൽ എന്താണ്, വേറെ ലോഗ് ഇല്ലല്ലോ അവിടെ, അതുകൊണ്ട് അത് ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് വരും. ഓക്കെ, ഇ റൈസ് ടു മൈനസ് കെ ടി. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടാകുമെന്ന് പറയുന്നത് ദാറ്റ് ഇസ് വി ബൈ വി സീറോ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് കിട്ടി. പിന്നെ ഇതിൽ എടുക്കാം, ദാറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു വി സീറോ ഇ റൈസ് ടു മൈനസ് കെ ടി. ഉണ്ടോ, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇക്വേഷൻ. ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ വെലോസിറ്റി ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു വി സീറോ ഇ റൈസ് ടു മൈനസ് കെ ടി. അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും ടേംസിൽ എക്സ്പോണൻഷ്യൽ റൈസ് ടു മൈനസ് എന്നൊരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഇത് ഇങ്ങനെ വരും. ഉണ്ടോ, ഡിക്രീസ് ചെയ്ത് വെക്കൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഫംഗ്ഷൻ ഈ എക്സ്പോണൻഷ്യൽ റൈസ് ടു മൈനസ് എക്സ് എന്നോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ അങ്ങനെയൊക്കെ കുറെ ഡിവൈസിലുണ്ട്. ഹാർമോണിക് ഓസിലേറ്ററിൽ നിങ്ങൾ S1 ഹാർമോണിക് ഓസിലേറ്റർ SHM പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഡാമ്പിംഗ് കണ്ടീഷൻസ് കഴിഞ്ഞ S3 പഠിച്ചെന്ന് തോന്നുന്നു. ഹാർമോണിക്സിനകത്ത് നമ്മുടെ LCR സർക്യൂട്ട് ഡാമ്പിംഗ് പഠിച്ചാണ് ട്രാൻസിയന്റ് കറന്റിലൊക്കെ. അപ്പം അവിടെ ശരിക്കും ഈ ഒരു ഡാമ്പിംഗ് കോൺസ്റ്റന്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഡാമ്പിംഗ് ആ ഒരു ഇക്വേഷൻ നോക്കിയാൽ അവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് എന്നോ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കാണും. ശരിക്കും ഇ റൈസ് ടു മൈനസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്. അപ്പൊ ഇവിടെയും നമ്മൾ പറഞ്ഞല്ലോ റെസിസ്റ്റീവ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് ആവുന്ന സമയത്ത് ഈ ഫോഴ്സ് എന്ത് ചെയ്യണം, പെട്ടെന്ന് സഡൻ ആയിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, നമുക്ക് വണ്ടിയിൽ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത പോലെ നിൽക്കുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു കണ്ടിന്യൂസ്ലി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഫ്രിക്ഷൻ കാരണം അങ്ങനെ എന്തെങ്കിലും കാരണം എന്ത് ചെയ്യണം, ഫോഴ്സ് കുറഞ്ഞു വരുവാണ്. അപ്പൊ അതാണ് ഫോഴ്സ്, റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സിമ്പിൾ പെന്നിൽ നമ്മൾ ഓസിലേറ്റ് ചെയ്ത് വിട്ടു. ഇപ്പോൾ സിമ്പിൾ പെന്നിൽ ഓസിലേറ്റ് വിടുമ്പോൾ നമ്മൾ ഒരിക്കൽ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യില്ല, ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. കുറച്ച് കഴിയുന്ന സമയം എന്ത് ചെയ്യും, ഡാമ്പിംഗ് സംഭവിച്ചത് റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് എത്തും. അപ്പൊ അതും ശരിക്കും ഈ ഒരു ഫംഗ്ഷൻ ആണ്, ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഫംഗ്ഷനിൽ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡാമ്പ് ചെയ്തത് സീറോയിലോട്ട് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ ഇ റൈസ് ടു മൈനസ് എന്നൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഷുവറായിട്ട് നിങ്ങൾ ചിന്തിക്കുക, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, ആ ഒരു പാരാമീറ്റർ. അപ്പൊ ഇവിടെ എന്താണ് ഡിക്രീസ് ചെയ്യുന്നത്, ഇവിടെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഒരു 100 km/s ഉണ്ടായിരുന്നെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡിക്രീസ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യും, സീറോയിലോട്ട് വരും, ഒരു മിനിമം വാല്യൂലോട്ട് വരും. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വെലോസിറ്റി ടേം ആണ് കിട്ടിയത്. നമുക്കിനി ഇതിന്റെ ഇക്വേഷൻ എഴുതാനായിട്ട് എന്ത് ചെയ്യാം, ഇക്വേഷൻ എപ്പോഴും നമ്മൾ കാണിക്കുന്നത് വെലോസിറ്റി ടേമിലായിരിക്കില്ല, ഡിസ്പ്ലേസ്മെന്റ് ടേമിലായിരിക്കും എന്ത് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഇതിപ്പോ വെലോസിറ്റി ആയിട്ടുള്ളൂ. ഇനി വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ നമുക്ക് റിലേഷൻ ഉണ്ട്. എന്താണ്, v is equal to dx by dt. ഓക്കെ, നിങ്ങൾ dx by dt കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, x ഡോട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, x ഡോട്ട് എടുക്കണം. അപ്പോൾ അതിനകത്ത് വെലോസിറ്റി നമുക്ക് എന്ത് വേണം, നമ്മളതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വി ആർ റിട്ടേണിംഗ് ആസ് dx by dt. ഈ ഇക്വേഷൻ മാറ്റി എഴുതുക, dx by dt which is equal to v0 e raised to minus kt into dt. ഓക്കെ, e raised to minus kt into dt. ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുക, രണ്ട് സൈഡിലും ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. നമ്മളിവിടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ആദ്യം കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അവിടെ കിട്ടുന്നത്. ഓക്കെ, ലിമിറ്റ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല, കൊടുക്കുക. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യാം. ഇതെന്താണ്, ഇന്റഗ്രൽ dx by dt നമുക്ക് എന്ത് കിട്ടും, x ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഫൈനൽ റിസൾട്ട് എന്താണ്, that is we are getting x which is equal to, ഇതിപ്പോ എന്താണ്, ഇ റൈസ് ടു മൈനസ് കെ ടി, ഇ റൈസ് ടു ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് വരും, ഒരു മൈനസ് കെ ടി ഡിനോമിനേറ്ററിൽ വരും, മൈനസ് കെ ടി അല്ല, മൈനസ് കെ ടി വരും, ഇവിടുത്തെ ഒരു മൈനസ് കൂടി ആവുമ്പോൾ ഉണ്ടാവും. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്, ഒരു മൈനസ് ടേം ഉണ്ട്, മൈനസ് ടേമിൽ കൊടുക്കുക, മൈനസ് പിന്നെ എന്തുണ്ട്, വി സീറോ കോൺസ്റ്റന്റ് ആണ്, വി സീറോ ഉണ്ട്, ഇ റൈസ് ടു മൈനസ് കെ ടി വരും, ഡിവൈഡ് ബൈ കെ. ഓക്കെ,
ഇത്രയും ടേംസ് ആണ് ഇവിടെ വരുന്നത് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഇവിടെ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ C2 വരും. നേരത്തെ നമ്മൾ C1 എടുത്തു, ഇപ്പൊ എന്ത് ചെയ്യുക C2 കൊടുക്കുക. അപ്പോൾ C2 എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? C2 ഡിറ്റർമിൻ ചെയ്യാനായിട്ട് when t is equal to 0, ടൈം 0 ആയ സമയത്ത് x എന്ന ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ അല്ലേ, ടൈം 0 ആയ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, x equal to 0 എന്ന് കൊടുത്തു, x equal to 0 കൊടുത്തു. നമ്മളോട് മാറ്റി എഴുതുകയാണ്. ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? that is we are getting C2 is equal to ഇവിടെ നമുക്ക് t യുടെ ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ആണ് കിടക്കുന്നത്. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is x equal to 0 കൊടുത്തു, which is equal to minus v0 e raised to minus k into 0. ക്ക് പോലെ 0 അല്ലേ, k into 0 divided by k plus c2 എന്ന് കിട്ടും. അപ്പോൾ c2 എന്ത് കിട്ടും? e raised to 0 means 1 ആണ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ raised to 0, എക്സ്പോണൻഷ്യൽ 0 എന്ന് വെച്ചാൽ എന്താണ്? അത് 1 ന് തുല്യമാണ്. നമുക്ക് we are getting that is minus v0 divided by k plus c2 എന്ന് കിട്ടും. ഓക്കെ, therefore c2 is equal to v0 by k എന്ന് കിട്ടും. ഓക്കെ, c2 ന്റെ വാല്യൂ കിട്ടി, v0 by k ആണ്. ആ വാല്യൂ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? c2 ന് പകരം ഇത് കൊടുക്കുക. that is x is equal to minus v0 e raised to minus kt divided by k plus ഇതൊരു v0 by k എന്ന് വരും. ഓക്കെ, v0 by k. ഇതിനെ ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും ഇക്വേഷൻ? that is we are getting ഈ v0 by k കോമൺലി പുറത്തെടുക്കാം. that is we are getting x is equal to v0 by k into 1 minus e raised to minus kt. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അവിടെ നിന്ന് കിട്ടുന്ന റിലേഷൻ. ഇതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വേർ x is the displacement function. ഓക്കെ, ഇതായിരിക്കും അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ x is the equation of path of the particle when t is equal to infinity e raised to minus kt എന്തായിരിക്കും? ടൈം ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം അവിടെ 0 ഇട്ട് പോകും. ഓക്കെ, e raised to infinity എന്ന് വെച്ച് കഴിഞ്ഞാൽ e raised to infinity means e raised to infinity 0 ആണ്. ഓക്കെ, e raised to infinity 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു റെസിസ്റ്റീവ് ഫോഴ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു പാർട്ടിക്കിൾ ശരിക്കും റെസ്റ്റിലോട്ട് എത്തും. ഓക്കെ, ആ ഒരു സമയത്ത് അവിടെ അതിന്റെ ഡിസ്റ്റൻസ് x ഈക്വൽ ടു v0 by k ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ഒരു റെസിസ്റ്റീവ് ഫോഴ്സിന്റെ കേസിൽ എടുക്കേണ്ട ഇക്വേഷൻ. നിങ്ങൾ ലാസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൊണ്ട് എഴുതി നിർത്തുന്ന സമയത്ത് വെലോസിറ്റി ഫംഗ്ഷൻ വെച്ച് നിർത്തല്ലേ. ഓക്കെ, നേരത്തെ നമ്മളവിടെ വെലോസിറ്റി ടേം കിട്ടുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഒരിക്കലും വെലോസിറ്റി ടേം വെച്ച് നിർത്തില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് മിക്കപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിന്റെ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതുവരെ കൊണ്ടുപോയി നിർത്തുക. ഇതിന് താഴോട്ടുള്ള ആ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എവിടെയെങ്കിലും കാണിച്ചാലും മതി. എക്സ്പോണൻഷ്യൽ വരുന്ന സമയത്ത് അവിടെ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് ലാസ്റ്റ് 0 എത്തും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ട് കാണിച്ചിട്ടുള്ള എന്താണ്? ഇവിടെ വന്നിട്ട് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് എവിടെയാണ്. അപ്പോൾ ആ ഒരു ബോഡി റെസിസ്റ്റീവ് ഫോഴ്സിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ അത് ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസിൽ സ്റ്റോപ്പ് ആവും, അതാണ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഡിക്രീസിങ് കാണിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. ശരിക്കും ഇതിനകത്ത് ഗ്രാഫ് ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ട് ഇതിനകത്ത് വേണ്ട, അതുകൊണ്ട് ഗ്രാഫ് ഞാൻ വരയ്ക്കാത്തത്. നമുക്ക് ഗ്രാഫ്, വെലോസിറ്റിയുടെ ഗ്രാഫ്, എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ് ഗ്രാഫും അതുപോലെ തന്നെ പൊസിഷന്റെ ഡിക്രീസിങ് ഗ്രാഫൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതാണ് റെസിസ്റ്റീവ് ഫോഴ്സിന്റെ കേസിലുള്ള ഒരു മോഷൻ ആൻഡ് റെസിസ്റ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് that is motion of a particle which depend on time only. അപ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യം നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതണം. ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺസിലോ അല്ലെങ്കിൽ നമ്മുടെ അയണോസ്ഫിയറിലോ ഒക്കെ തട്ടിയതിനു ശേഷം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അറിയാലോ, എന്താണ്? EM വേവ്സ് ആണ്, നമ്മുടെ ലൈറ്റ് എനർജിയാണ്. ഓക്കെ, ലൈറ്റ് ഒക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ വരുന്നതാണ്. അപ്പോൾ സ്പെക്ട്രം ഉണ്ട് അതിൽ നമുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസിലോ അല്ലെങ്കിൽ ഒരു അയണോസ്ഫിയറിലോ തട്ടുന്ന സമയത്ത് അവിടെ സ്കാറ്ററിംഗ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സ്കാറ്ററിംഗിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഡിപ്പെൻഡ് ഓൺ ടൈം ഓൺലി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് നിങ്ങൾ ആദ്യം ഒരു ഹെഡിങ് എഴുതിയതിനു ശേഷം എക്സാമിന് ചോദിക്കുവാണെങ്കിൽ ഹെഡിങ് എഴുതിയിട്ട് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കാം. ഓക്കെ, ഒരു എക്സ്ട്രാ പോയിന്റ് ആയിരിക്കും. എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല,
പക്ഷെ അത്രയും കൂടെ എന്ത് ചെയ്യുക പറഞ്ഞിരിക്കുക എന്താണ് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഡിപ്പെൻഡ് ഓൺ ടൈം ഉള്ളി എന്ന് പറയുന്നതിനെ കുറിച്ച് അവിടെ എഴുതുക. ഓക്കെ, ഇതാണ് നമ്മൾ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല ഇലക്ട്രോൺ ബേസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇക്വേഷൻ ഇലക്ട്രോൺസിനെ കുറിച്ച്. പിന്നെ കൂടുതലും ഇലക്ട്രോൺസിനെ കുറിച്ച് പഠിക്കാൻ ഇത് യൂസ് ചെയ്യാത്ത കാരണം ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് ഒരു പരിധി വരെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിനെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അങ്ങോട്ട് നമ്മൾ പിന്നെ ഇത് യൂസ് ചെയ്യില്ല. ക്ലാസിക്കൽ മെക്കാനിക്സ് ശരിക്കും ഇവിടെ വെച്ച് നിർത്തും. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഈ ഒരു സെക്ഷനോടെ ക്ലാസിക്കൽ മെക്കാനിക്സ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അങ്ങോട്ട് എസ് വൈയിൽ പോകുന്ന സമയത്ത് പിന്നെ എല്ലാം ക്വാണ്ടം മെക്കാനിക്സിന്റെ വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫിസിക്സ് ആയാലും അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെ ഓരോന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും അവിടെ ഡിവേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് ശരിക്കും ഈ ഒരു ചാപ്റ്റർ ആവുന്ന ഈ ഒരു S4 ആവുന്ന സമയത്ത് ഏകദേശം നിങ്ങൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, നോക്കാം. ഡിസ്കസ് ചെയ്യുന്ന മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഡിപ്പെൻഡ് ഓൺ ടൈം. ഓക്കെ, ഇപ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇതിലൊക്കെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സൈൻ വേവിനൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, അത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇങ്ങനത്തെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ശരിക്കും എന്താണ്, കണ്ടിന്യൂസ്ലി വേരിയിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ്ലി വേരിയിങ് ഫംഗ്ഷൻ ആയിരിക്കും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമ്മൾ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഇക്വേഷൻ എസ് സി കറണ്ടൊക്കെ പഠിച്ച സമയത്തും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തു. കാരണം അവിടെ എന്താണ്, അതും ഒരു സൈൻസൂഡൽ വേവ് ആണ്. അപ്പോൾ നമ്മൾ SHM പറയുന്ന സമയത്തും അതും ഒരു കൊസൈൻ വേവ് അല്ലെങ്കിൽ കോസ് സൈൻ വേവ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു സൈൻസുഡൽ വേവ്സ് ആണ് അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണെങ്കിൽ അതും എന്തായിരിക്കും, കണ്ടിന്യൂസ്ലി വേരിയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇതുപോലത്തെ ഒരു ഇക്വേഷൻ ഫോഴ്സിന് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ ആണ് F is equal to F0 sin omega t. ഓക്കെ, F is equal to F0 sin omega t. അപ്പോൾ ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുകയാണ്. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് F is equal to എന്താണ്, F is equal to m into a മാസ് into ആക്സിലറേഷൻ. ഓക്കെ, അറിയാലോ. അപ്പൊ ഞാൻ ഇനി ഈ എം എ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകണം. ദാറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട്. ഓക്കെ, എക്സ് ഡബിൾ ഡോട്ട് എന്ന് എടുത്തു. നിങ്ങൾ എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഡോട്ട് നൊട്ടേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ കറക്റ്റ് ഡോട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഡോട്ട് ഇട്ടില്ലെങ്കിൽ മൊത്തത്തിൽ മിസ്റ്റേക്ക് ആവും. കാരണം ഇതിപ്പോ ഞാനിപ്പോ ഈ ഡോട്ട് ഇടാതെ എഴുതി കഴിഞ്ഞാൽ അത് എം എക്സ് ആവും. എം എക്സ് എന്താണ്, മാസിന്റെ വെലോസിറ്റി. മാസിന്റെ വെലോസിറ്റി മീൻസ് മൊമെന്റം ടേം ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അത് ഫോഴ്സ് ആയിരിക്കില്ല, മൊമെന്റം ടേംസിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക. മാസ് ഇൻറ്റു വെലോസിറ്റി ആയിപ്പോൾ അതുകൊണ്ട് ഈ ഡോട്ട് കറക്റ്റ് ആയിട്ട് ഇടുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് ഡബിൾ ഡോട്ട് എന്തെടുക്കാം, എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് കിട്ടും. ഓക്കെ, ഫോഴ്സ് ബൈ എഫ് ബൈ എം എന്ന് കിട്ടും. അപ്പോൾ ഈ എഫ് ബൈ എം ഞാൻ ഇവിടെ കൊടുക്കുവാണ്. എഫ് ബൈ എം ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, എഫ് എന്ന് വെച്ചാൽ F0 സൈൻ ഒമേഗ ടി ആണ്, ഇവിടെ ഡിവൈഡ് ബൈ എം ഉണ്ട്. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ടിന്റെ അവിടെ വിച്ച് ഇസ് ഈക്വൽ ടു F0 ബൈ എം ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഇന്റഗ്രേഷൻ കൊടുക്കുന്നു, ഇവിടെയും ഇന്റഗ്രേഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആണ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന ഫംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇത് എന്തായിട്ട് മാറും, അതാണ് എക്സ് ഡബിൾ ഡോട്ട്. ഇത് എന്തായിട്ട് മാറും ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ, വിച്ച് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ഒരു ഡെറിവേറ്റീവ് കുറയും, ഇവിടെ ഒരു ഡോട്ട് കൊടുത്താൽ മതി. ഓക്കെ, എക്സ് ഡോട്ട് എന്നായിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഇതിന് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യാലോ. സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് സൈൻ ഒമേഗ ടി ആണ് ഫംഗ്ഷൻ. സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി മൈനസ് F0 അതുപോലെ വരും, കോസ് ഒമേഗ ടി വരും, ഡിവൈഡ് ബൈ എം ഉണ്ട്, ഒരു ഒമേഗ കൂടി ഡിവൈഡ് വരും. ഓക്കെ, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് ആണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഇന്റഗ്രേഷന്റെ സൊല്യൂഷൻ. ഓക്കെ, പ്ലസ് C1 കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ C1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കാനായിട്ട് ആദ്യം ടൈം 0 ആക്കുക, അതുപോലെ അവിടുത്തെ വെലോസിറ്റി 0 ആയിരിക്കും. ടൈം 0 സമയത്ത് വെലോസിറ്റി 0 ആണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു
v0. ഓക്കെ, വെലോസിറ്റി 0 എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിംഗ് ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, സ്റ്റാർട്ടിംഗ് ടൈം. അപ്പോൾ അവിടെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, v0 എന്ന് എടുക്കാം. ഓക്കെ, v0 എന്ന് എടുത്തു. അപ്പോൾ v0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ടൈം 0 ആക്കി, ടൈമിന്റെ ഫംഗ്ഷൻ 0 ആക്കി. ടൈമിന്റെ ഫംഗ്ഷൻ 0 ആകുമ്പോൾ cos ഒമേഗ ടിയിൽ ടൈമിന്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ cos 0 എന്താണ്, cos 0 sin 0 0 ആണ്, cos 0 1 ആണ്. ഓക്കെ, cos 0 1 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ അവിടെ 1 ആയിട്ട് മാറും. എന്ന് എഴുതാം, that is x dot which is equal to x dot അല്ല, x dot നമ്മൾ മാറ്റിയില്ലേ, v0 ട്ട് മാറ്റി. അപ്പോൾ v0 എടുത്താൽ മതി കേട്ടോ, x dot ന് പകരം from equation 2, that is equation 2 implies we are getting v0 which is equal to minus f0 cos omega t 1 ആയിട്ട് മാറി. ഓക്കെ, cos omega t ടോട്ടലി 1 ആയിട്ട് മാറി, ഡിവൈഡ് ബൈ m omega plus c1. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. v0 is equal to minus f0 by m omega plus c1 എന്ന് കിട്ടി. ഇനി ഇതിന് എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, c1 ന്റെ അവിടെ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ c1 എന്താണ്, c1 എന്ന് പറയുന്നത് c1 is equal to v0 plus f0 divided by m omega ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് x dot is equal to, ഓക്കെ, x dot is equal to ഇക്വേഷൻ നമ്പർ 2 ആണ് എഴുതുന്നത്, ഇക്വേഷൻ നമ്പർ 2 ആണ് എഴുതുന്നത്. x dot is equal to minus f0 cos omega t divided by m omega plus അടുത്ത ഈ ടേംസ് c1 ടേംസ് പ്ലസ് v0 പ്ലസ് f0 ഡിവൈഡ് ബൈ m omega എന്ന് കിട്ടും. ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാലോ, ഇതിൽ ഈ മൈനസ് ടേംസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് x ഡോട്ട് എന്താണ്, വെലോസിറ്റി ആണ്, വെലോസിറ്റി ആയിട്ടുള്ളൂ. ഇനി ഡിസ്പ്ലേസ്മെന്റിലോട്ട് കൊണ്ടെത്തിക്കണം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിലോട്ട് കൊണ്ടെത്തിക്കണം. x ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു വി ആർ ഗെറ്റിംഗ് v0 പ്ലസ് f0 ഡിവൈഡ് ബൈ m ഒമേഗ. ഈ മൈനസ് ഫംഗ്ഷൻ ഇവിടെ കൊണ്ടുവരിക, മൈനസ് f0 cos omega t divided by m omega. ഓക്കെ, m omega കിട്ടി. ഇതിപ്പോ വെലോസിറ്റി ടേം ആണ്. ഓക്കെ, ഒരു വെലോസിറ്റി ടേം ആണ് കിടക്കുന്നത്, എക്സ് ഡോട്ട് എന്ന് പറയുന്നത്. അത് ഡി എക്സ് ബൈ ഡി ടിക്ക് ഇക്വലന്റ് ആണ്, ഡി എക്സ് ബൈ ഡി ടി. ഇനി എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ അത് എക്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുക, ഇവിടെ ടോട്ടൽ എന്ത് ചെയ്യുക, എല്ലാത്തിലും ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. അത് എക്സ് ഡോട്ട് മാറിയത് എക്സ് ആയിട്ട് മാറും. ഓൺ ഇന്റഗ്രേറ്റിംഗ് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എടുക്കാമല്ലോ. On integrating equation 3 we are getting, that is x is equal to x dot മാറും, x is equal to integral ഇവിടെ എന്തുണ്ട്, that is we are getting f0 cos omega t ഉണ്ട്. ഓക്കെ, ഇത്രയും ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, v0 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, ഇന്റഗ്രേഷൻ മാറ്റിയിട്ട് അവിടെ ടി എന്ന് മാത്രം വരും, ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, ഇന്റഗ്രേഷൻ ഫംഗ്ഷൻ ടി മാത്രം വരും ഇത്രയും ടേംസിന്റെ കൂടെ. കാരണം ഇതിൽ വേറെ വേരിയബിൾസ് വരുന്നില്ല. ഓക്കെ, വേരിയങ് ഫാക്ടേഴ്സ് ഇല്ല. ഇവിടെ ആകെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈമിനാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസിൽ ടൈം ഡെറിവേറ്റീവ് എടുക്കുന്ന ടൈമിന്റെ ഫംഗ്ഷൻ ഇല്ലല്ലോ, ഇതെല്ലാം കൂടി കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടി മാത്രം വരത്തുള്ളൂ. ഓക്കെ, ഇതിലിപ്പോ ഈ ഒരു മൈനസ് f0 cos omega t, cos omega ടിയുടെ അവിടെ മൈനസ് സൈൻ ഒമേഗ ടി വീണ്ടും വരും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടേംസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് ആണ് ദാറ്റ് ഈസ് f0 സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ m. വീണ്ടും ഇവിടുത്തെ ഒരു ഒമേഗ വീണ്ടും ഒരു ഡിവൈഡഡ് ബൈ വരും. അപ്പൊ ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, അതിന്റെ കൂടെ ഒരു ഒമേഗ കൂടി വരുന്ന സമയത്ത് അത് ഒമേഗ സ്ക്വയർ ആവും. ഓക്കെ, പിന്നെ എന്താ ടേം ഉള്ളത്, അടുത്ത ടേംസിലൊന്നും ടൈമിന്റെ ഡെറിവേറ്റീവ്, ടൈമിന്റെ ഫംഗ്ഷൻ ഇല്ല. അപ്പൊ അതെല്ലാം കൂടി എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് വന്നതിന് ശേഷം v0 പ്ലസ് f0 m ഒമേഗ ഇൻറ്റു ടി വരും, പ്ലസ് എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും. എന്താണ് അത്, c2 ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ മാത്രമേ ടൈമിന്റെ ഡെറിവേറ്റീവ് ടൈം ഫംഗ്ഷൻ ഉള്ളൂ, ഇതിൽ മാത്രമേ എന്ത് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഇത് ടേംസ് കോൺസ്റ്റന്റ് ആയി നിൽക്കും, കോൺസ്റ്റന്റ് ഒരു ടി കൂടി വരും, പ്ലസ് എന്ത് കിട്ടി, c2 കിട്ടി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആയി, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ടേം കൂടി കിടപ്പുണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റണം. അപ്പൊ കണ്ടീഷൻസ് കൊടുക്കുക. അറ്റ് x ഈക്വൽ ടു x0, x0 ആയ സമയത്ത്, ഇനിഷ്യൽ പൊസിഷനിൽ ഇരുന്ന സമയത്ത് ടൈം എന്തായിരുന്നു, ടൈം അവിടെ 0 ആയിരുന്നു. ടൈം 0 ആയ സമയത്ത് ഇനിഷ്യൽ പൊസിഷനാണ് ആ ഒരു ബോഡി ഇരുന്നത്. ഓക്കെ, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ എ ആണ് എന്താ ഇവിടുത്തെ ഇനിഷ്യൽ പൊസിഷൻ, അതാണ് x0. ഓക്കെ, അപ്പോൾ ടൈം എന്തായിരുന്നു, ടൈം അവിടെ 0 ആയിരുന്നു. ഇനി ടൈം അവിടെ t0 എന്നൊരു വാല്യൂ വന്ന സമയത്ത്
എക്സ് എങ്ങോട്ട് വന്നു? അതിവിടെ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ബിയിലെത്തി. ഓക്കെ, അതാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇപ്പോൾ x0 ആണ്, ടൈം എന്തായിരുന്നു? ടൈം അവിടെ t0. അപ്പോൾ ഇവിടെ ടേംസ് എല്ലാം അപ്ലൈ ചെയ്യുക. എക്സിന് പകരം x0 ടേം കൊടുക്കുക, ടിക്ക് 0 കൊടുക്കുക. t0 കൊടുക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്താവും? ടോട്ടലി 0 ആവും, കാരണം ഇൻറ്റു ടി ആണ്, 0 ആയിപ്പോയി. ഇവിടെ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി ഫംഗ്ഷൻ എന്താണ്? സൈൻ 0 0 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് 0 ആയി. അപ്പോൾ x0 ഈക്വൽ ടു C2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? C2 ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് x ഈസ് ഈക്വൽ ടു C2 ന് പകരം x0 പ്ലസ് V0 പ്ലസ് f0 by m omega into t plus f0 sin omega t divided by m omega square എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്? വിച്ച് റെപ്രസെന്റ് ദ ഡിസ്റ്റൻസ് ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ്. ഓക്കെ, ആ ഒരു ബോഡിയുടെ, ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് കഴിഞ്ഞുള്ള പൊസിഷൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷൻ കാണിക്കുന്നത്. ഇതാണ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഉള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ഫംഗ്ഷൻ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ മോഷന്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു x0 പ്ലസ് v0 പ്ലസ് f0 ബൈ m ഒമേഗ ഇൻറ്റു ടി പ്ലസ് f0 സൈൻ ഒമേഗ ടി പ്ലസ് m ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്സ് ഒന്നുകൂടി നോക്കുക. എല്ലാത്തിലും 2 പ്രാവശ്യം നമുക്ക് ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ എടുക്കേണ്ടി വരും. കാരണം എന്താണ്? നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ മിക്കവാറും ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ഫോഴ്സിന്റെ ഇക്വേഷനിൽ m a ആണ് കിടക്കുന്നത്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ടേം ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെലോസിറ്റിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ മാറ്റി അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് മാറ്റി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉള്ള ആ ഒരു ടേംസിലോട്ട് എക്സിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 പ്രാവശ്യം ഇന്റഗ്രേഷൻ കൊടുക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിങ്ങൾക്ക് തന്നതിൽ വെലോസിറ്റി ടേം വെച്ച് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം ഇന്റഗ്രേഷൻ കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ഒരു നൊട്ടേഷനോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അങ്ങനത്തെ കൊടുക്കുന്ന ആ ടേംസ് വെച്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളണം എന്ത് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം, വെലോസിറ്റി തന്നതിന് ശേഷം ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്ത് എന്ത് ചെയ്യും? ഇക്വേഷൻ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് ഇതിൽ ഒരു മോഷൻ ഓഫ് എ പാർട്ടിക്കിൾസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ടൈം ഉള്ളതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത് വരുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ പഠിച്ച കാര്യം തന്നെയാണ്, കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇതിന്റെ ടേംസ് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് in electric and magnetic field. Okay, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഇപ്പോൾ ഒരു മൂവിങ് ചാർജ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ചാർജ്. ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഞാൻ എന്ത് ചെയ്യാണ്? ഇത് വെറുതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജ് ആണ്. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ ഒരു ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അവിടെ there is a force will be acted. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് ബി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് എന്ത് ചെയ്യും? അവിടെ ഇൻഡ്യൂസ് ചെയ്യും, ഒരു ഫോഴ്സ് അതിനെ ആക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. അറിയില്ല, കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതേ ഉള്ളൂ, ക്യൂ വി ബി സൈൻ തീറ്റ. ഇതാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് അടുത്ത വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത സമയത്ത് ആ ഒരു ചാർജിന് കിട്ടുന്ന വെലോസിറ്റി. ഓക്കെ, തീറ്റ അവിടെ നമ്മൾ ആംഗുലർ വേരിയേഷൻ എടുക്കുന്നതിന് മാത്രം തീറ്റ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് തീറ്റ അവിടെ നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടും സെയിം ഡയറക്ഷൻ നമ്മൾ എന്താ തീറ്റ ആംഗിൾസ് കണ്ടല്ലോ, പാരലൽ ആണെങ്കിൽ. ഓക്കെ, പാരലൽ അല്ല, പെർപെൻഡിക്കുലർ ആണെങ്കിൽ. ഓക്കെ, പാരലൽ ആണെങ്കിൽ വരും, കാരണം സൈൻ തീറ്റ 90 ഡിഗ്രിയല്ലേ മാക്സിമം വാല്യൂ വരുന്നത്. ഇവിടെ നമ്മൾ ക്യൂ എന്ന ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതാണ് ക്യൂവിന്റെ ചാർജിന്റെ ഡയറക്ഷൻ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? എഫക്റ്റ് വരത്തില്ല, അവിടെ ഫോഴ്സ് 0 ആയി പോകും. പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കേണ്ടത്, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് കിട്ടി. അപ്പോൾ സൈൻ തീറ്റ സൈൻ 90 ആയിരിക്കും. സൈൻ 90 അവിടെ നമുക്ക് 1 ആവും, ക്യൂ വി ബി മാത്രം എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു എന്ത് ചെയ്യാണ്?
ഇതിപ്പോ ഒരു സെന്റർ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ഒരു സർക്കുലർ മോഷൻ ആണ് ഇപ്പോൾ ഒരു ചാർജ് പാർട്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ശരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സും ഉണ്ടാവും. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജിന് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് സർക്കുലർ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യമേ പറയുന്നുണ്ട് ഈ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് ശരിക്കും ഒരു സർക്കുലർ മോഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പിൽ കൂടിയാണ് ചാർജ് പോകുന്നത്. ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പിൽ കൂടി ഈ ചാർജ് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചാർജ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്, ഒരു ഫീൽഡ് ലൈൻ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ഒരു ഫീൽഡ് ലൈൻ ഇവിടെ അപ്ലൈ ചെയ്തു. ആ ഒരു സമയത്താണ് ഇവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിൻ്റെത് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് കാരണം. ഓക്കെ, ക്യൂ വി. ഇത് മാത്രമല്ല ടുവേഴ്സ് ദ സെന്റർ എന്ത് കാരണമുണ്ട്, അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാരണം എഫ് എം വി സ്ക്വയർ ബൈ ആർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, ഇവിടെ വരുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോഴ്സ് ഇക്വേഷൻ കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എ മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഒന്ന് ചാർജ് കൺസെപ്റ്റും മറ്റൊന്ന് പാർട്ടിക്കിൾ കൺസെപ്റ്റും ആണ്. ചാർജ് കൺസെപ്റ്റ് ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്നത്. മറ്റേ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു സർക്കുലർ ലൂപ്പിൽ കൂടി പോകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലാനറ്റ്, നമ്മുടെ എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എർത്തും സണ്ണുമായിട്ട് എന്നുള്ള ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണ്, ഒരു പാർട്ടിക്കിൾ മെക്കാനിസം അല്ലേ, പാർട്ടിക്കിൾ കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് കൺസെപ്റ്റും ഒന്നിക്കുന്ന സമയത്താണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, രണ്ടും ഫോഴ്സ് തന്നെയാണ്. ഒന്ന് എഫ് ഈസിക്കൽ ടു എം വി സ്ക്വയർ ബൈ ആർ, മറ്റൊന്ന് എഫ് ഈസിക്കൽ ടു ക്യൂ വി ബി. രണ്ടിന്റെയും എൽഎച്ച്എസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർ എച്ച് എസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് എം വി സ്ക്വയർ ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി. ഓക്കെ, ക്യൂ വി ബി, വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ഒരു വി സ്ക്വയറും ഈ ഒരു വിയും ക്യാൻസൽ ചെയ്യാം, ബാക്കി ക്യാൻസൽ ചെയ്യാൻ ടേംസ് ഒന്നുമില്ല. ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് റേഡിയസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഈ ഒരു പാർട്ടിക്കിളിന്റെ റേഡിയസ് നമുക്ക് എന്ത് ചെയ്യാം, ആർ എന്ന് എടുക്കാം. ഇതാണ് ഈ ആർ ഉണ്ടല്ലോ, ഉണ്ട് ഈ ആർ, ഇതാണ് റേഡിയസ് ആർ എന്ന് പറയുന്നത്. ആർ ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എം വി ബൈ ക്യൂ ബി എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു റേഡിയസിനെ പറയുന്ന പേരാണ് സൈക്ലോട്രോൺ റേഡിയസ് എന്ന് പറയും. സൈക്ലോട്രോൺ 12 പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ അടുത്ത എസിക്സിനകത്ത് പഠിക്കും, ന്യൂക്ലിയർ ഫിസിക്സിനകത്ത്. അപ്പൊ അവിടെ നമ്മൾ സൈക്ലോട്രോൺ ഡിവൈസ് അറിയുള്ളൂ. സൈക്ലോട്രോൺ എന്താണ്, പാർട്ടിക്കിൾ ആക്സിലേറ്റർ ആണ്. നമുക്ക് അതിനകത്ത് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾസിന് നമുക്ക് അവിടെ ആക്സിലറേഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈക്ലോട്രോൺ യൂസ് ചെയ്ത് നമുക്ക് പാർട്ടിക്കിൾസിന് നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റിയിൽ ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ, ആർ ഇസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആർ എന്ന് പറയുന്നത് that is r is the radius of particle which is known as cyclotron radius. Okay, അപ്പോൾ ഈ ഒരു റേഡിയസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും വേരി ചെയ്ത് പാർട്ടിക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇൻക്രീസ് ചെയ്ത് വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. കാരണം ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ റേഡിയസും വെലോസിറ്റി എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ റേഡിയസ് കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ആ ഒരു മീനിങ്ങിൽ എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ആറിന്റെ വാല്യൂ കിട്ടി, ആർ ഈസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ പീരീഡ് ഓഫ് മോഷൻ ഡിറ്റർമിൻ ചെയ്യാം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പൊസിഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂല, നമുക്കിവിടെ റേഡിയസ് ആണ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, റേഡിയസ് മീൻസ് അതൊരു പൊസിഷൻ പാരാമീറ്റർ അല്ലേ, പൊസിഷൻ അല്ലേ കാണിക്കുന്നത്, ചാർജിന്റെ പൊസിഷൻ തന്നെയല്ലോ. നമുക്ക് പൊസിഷൻ പാരാമീറ്റർ എക്സിന്റെ ടേംസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ആറിന്റെ ടേംസിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ കിട്ടത്തുള്ളൂ, കാരണം സർക്കുലർ മോഷൻ ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ഇതിന്റെ പീരീഡ് ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പീരീഡ് ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ടി is equal to 2 pi by r by v. അതായത് സ്പീഡ് is equal to distance by time. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്, സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ആൻഡ് ടൈം is equal to ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡിസ്റ്റൻസ് എത്രയാണ് കവർ ചെയ്യുന്നത്, 2 pi r അല്ലേ, ഇതിന്റെ റേഡിയസ് കംപ്ലീറ്റ് സോറി പെരിമീറ്റർ 2 pi r, അതാണ് 2 pi r എന്ന് പറയുന്നത്. 2 pi r കിട്ടി, ഡിവൈഡ് ബൈ v അവിടുത്തെ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഈ ആറിന്റെ വാല്യൂ എന്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ കിട്ടിയ ആറിന്റെ വാല്യൂ ഇങ്ങോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ടി is equal to 2 pi into 2 pi by b into mv by qb എന്ന് കിട്ടും. ഓക്കെ, mv by qb, ഇത് വിയും വിയും ക്യാൻസൽ ചെയ്യാം, which is equal to 2 pi m by qb. ഓക്കെ, ഇത് എന്താണ്, ടൈം പീരീഡ് ആണ്. അപ്പോൾ ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി. F is equal to 1 by t എന്ന് കിട്ടും, which is equal to qb by 2 pi m. ഇതിനെ പറയുന്ന പേര് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആണ് കേട്ടോ. സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി, സൈക്ലോട്രോൺ ടേംസിൽ കിട്ടുന്ന ഫ്രീക്വൻസി ആണ് F is equal to qb by 2 pi m എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് നമ്മുടെ ഏത് പാർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്, ആ പാർട്ടിക്കിളിന്റെ മാസ് ആണ് m എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കേസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു, ദാറ്റ് ഈസ് നമ്മൾ പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു. അവിടെ നമുക്ക് ഇക്വേഷൻ എന്താണ്, നമുക്ക് അവിടുത്തെ ഇക്വേഷൻ വെച്ചിട്ട് ആ ഒരു പ്രൊജക്ടൈൽ മോഷൻ പാരാബോളിക് പാത്ത് ആണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. മറ്റൊരു കാര്യമാണ് നമ്മളോട് നോക്കിയത് മോഷൻ അണ്ടർ എ റെസിസ്റ്റീവ് ഫോഴ്സ്. അപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സിന്റെ ടേംസിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ആ എക്സ്പോണൻഷ്യൽ ടേംസ് വഴി അവിടെ എന്താണ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുവാണ്. ഡിക്രീസ് ചെയ്തിട്ട് ഏതൊരു പൊസിഷനിൽ എത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ദാറ്റ് ഈസ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ. ഫോർ എക്സാമ്പിൾ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ഓർ അറ്റ് അയനോസ്ഫിയർ. ഓക്കെ, അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റി. അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമുക്കവിടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇന്റഗ്രേഷൻ ചെയ്ത് നമ്മളവിടെ പൊസിഷന്റെ ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിച്ചു, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിച്ചു. അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വരുന്ന സമയത്ത് ശരിക്കും എന്താണ് അവിടുത്തെ ആപ്ലിക്കേഷൻ മീൻസ് അവിടെ നമുക്ക് സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസിയും സൈക്ലോട്രോണിന്റെ റേഡിയസും നമുക്ക് എന്ത് ചെയ്തത് അവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ സൈക്ലോട്രോൺ ആണ് കേട്ടോ. സൈക്ലോട്രോൺ അല്ലെങ്കിൽ സിംഗ്ലോട്രോണോ അങ്ങനെയൊക്കെ എഴുതാം. അതൊക്കെ ശരിക്കും രണ്ടും സെയിം ആണ്. സിംഗ്ലോട്രോണും സൈക്ലോട്രോണും ഒക്കെ സെയിം ആപ്ലിക്കേഷൻ ഉള്ള ഡിവൈസുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.